എല്ലാവർക്കും നമസ്കാരം. മുൻ വീഡിയോയുടെ തുടർച്ചയായ 4ാമത്തെ ഭാഗമാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ പറയാൻ പോകുന്നത് എണ്ണ ഏത് വേണം, ദീപം കത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, വിളക്ക് ദീപം കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം, എന്തുകൊണ്ടാണ് ഓടുകൊണ്ടുള്ള വിളക്ക് ഉപയോഗിക്കുന്നു, ഇവയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് നിലവിളക്ക് കത്തിക്കാൻ ഏതെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം. ഒരു സംശയവും കൂടാതെ പറയാം, നമ്മൾ മലയാളികൾ ഉപയോഗിക്കേണ്ടത് എള്ളെണ്ണയാണ്. പക്ഷെ നമ്മുടെ വേദശാസ്ത്രങ്ങളിൽ പറയുന്നത് പശുവിൻ്റെ നെയ്യ് കൊണ്ടാണ് വിളക്ക് കത്തിക്കേണ്ടതെന്നാണ്. കാരണം നെയ്യ് കൊണ്ട് കത്തിക്കുമ്പോൾ ആ പ്രദേശം മുഴുവൻ അതിൻ്റെ ചൈതന്യം നിലനിൽക്കും. എള്ളെണ്ണ കൊണ്ട് കത്തിച്ചാൽ നമ്മുടെ വീടിൻ്റെ മുഴുവനും ചുറ്റും ചൈതന്യം നിലനിൽക്കും. വെളിച്ചെണ്ണ കൊണ്ട് കത്തിച്ചാലോ വിളക്കിന് ചുറ്റും മാത്രമേ ചൈതന്യം നിൽക്കുകയുള്ളൂ. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒന്നില്ലെങ്കിൽ എള്ളെണ്ണയോ നെയ്യോ മാത്രമേ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കാവൂ. മറ്റൊരു എണ്ണയും വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കാൻ പാടില്ല. കുറഞ്ഞ വിലയ്ക്ക് വിളക്കെണ്ണ പേരിൽ എണ്ണകൾ ഇന്ന് മാർക്കറ്റുകളിൽ നമുക്ക് ലഭ്യമാണ്. ആ എണ്ണയെക്കുറിച്ച് പറയാം. നമ്മുടെ ചിപ്സ് സെൻറ്ററുകളിൽ അതുപോലെ ഹോട്ടലുകളിലൊക്കെ പാചകം ചെയ്ത് മിച്ചം വരുന്ന എണ്ണ ഉണ്ടാവും. ആ എണ്ണ ആണ് ഫിൽട്ടർ ചെയ്ത്, അതായത് ശുദ്ധീകരിച്ച് വിളക്കെണ്ണ പേരിൽ വിപണിയിൽ എത്തിയിട്ടുള്ളത്. അത് പല സൂപ്പർ മാർക്കറ്റുകളിലും സ്റ്റോറുകളിലും ഇന്ന് ലഭ്യമാണ്. ഒരു കാരണവശാലും അത്തരം എണ്ണ വാങ്ങി വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ അമ്പലങ്ങളിൽ, കാവുകളിൽ, സപ്താഹം, നവാഹം പോലുള്ള യജ്ഞവേദികളിൽ ഇതുപോലുള്ള എണ്ണ വാങ്ങിക്കൊണ്ട് കൊടുക്കരുത്. അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് നമുക്ക് സംഭവിക്കുക. വീട്ടിൽ ഈ എണ്ണ ഉപയോഗിച്ച് വിളക്ക് കൊളുത്തുമ്പോൾ അവിടെ ഈശ്വര ചൈതന്യം ഇല്ലാതാകുന്നു. കൂടാതെ ഈ തിരി കത്തി അതിൽ നിന്ന് വരുന്ന പുക ശ്വസിച്ച് നമുക്ക് മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം എണ്ണകൾ വാങ്ങി നിലവിളക്ക് കൊളുത്താൻ ഉപയോഗിക്കരുത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നെയ്യ് ഒഴിച്ച് വിളക്ക് കത്തിക്കണം. ഇതാണ് ശ്രേഷ്ഠമായ മാർഗം. എന്നിരുന്നാലും ഓരോ പ്രദേശത്തും അവിടെയുള്ള അന്തരീക്ഷത്തിനും ഭൂപ്രകൃതിയും വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ വ്യത്യാസം അവിടെ വസിക്കുന്ന ജീവജാലങ്ങളിലും വളരെയധികം സ്വാധീനം ചെലുത്തും. അങ്ങനെ നോക്കുമ്പോൾ മലയാളികളായ നമുക്ക് വിളക്ക് കൊളുത്താൻ എള്ളെണ്ണയാണ് ഏറ്റവും ഉചിതം. കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും ഏറ്റവും വ്യാപകമായ ലോക ദൗർലഭ്യം ഇരുമ്പിൻ്റെതാണ്. ഈ കുറവ് നികത്താൻ നമ്മുടെ പൂർവികർ കണ്ടെത്തിയത് വ്യാപകമായ എള്ളെണ്ണ ഉപയോഗമാണ്. പഴയ കേരളത്തിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിനും തേച്ചു കുളിക്കുന്നതിനും വിളക്ക് കൊളുത്താനും എള്ളെണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്. പണ്ടുകാലത്ത് കേരളത്തിൽ നെൽകൃഷിയോടൊപ്പം എള്ളു കൃഷിയും ചെയ്തിരുന്നു. അത് ഇതിനു വേണ്ടിയായിരുന്നു. ഇതൊക്കെ ഇന്ന് കാണാൻ സാധിക്കില്ല. പകരം കാണാൻ സാധിക്കുന്നത് ബഹുഭൂരിപക്ഷം പേർക്കും അയൺ ഗുളിക കഴിക്കേണ്ടി വരുന്ന കാഴ്ചയാണ്. ഈ ദുരാവസ്ഥയ്ക്ക് ഒരു ചെറിയ പരിഹാരമാണ് എള്ളെണ്ണ ഉപയോഗിച്ചുള്ള വിളക്ക് കൊളുത്തൽ. ഇങ്ങനെ ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന പ്രാണോർജത്തിൽ ഇതിൻ്റെ പോരായ്മ നികത്താനുള്ള ശക്തിയുണ്ട്. എള്ള് ഇരുമ്പിനെയും ഗ്രഹങ്ങളിൽ ശനി ഗ്രഹത്തെയും പ്രതിദാനം ചെയ്യുന്നു. അതുകൊണ്ട് ഇരുമ്പിൻ്റെ കുറവും ശനിദോഷവും എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് നമ്മുടെ പൂർവികരായിരുന്നു. ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസമുള്ളവർ നമ്മൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇരുമ്പിൻ്റെ കുറവ് പോലെ ചെമ്പിൻ്റെയും കുറവ് നമുക്കുണ്ട്.
അതിൻ്റെ കുറവ് പരിഹരിക്കാനാണ് പണ്ട് കാലത്ത് ചെമ്പ് പാത്രത്തിൽ പാചകം ചെയ്തിരുന്നത്. ഇന്ന് നാം നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇത് തൈറോയ്ഡ് മറ്റ് പല രോഗങ്ങൾക്കും കാരണമാകുന്നു. ഇത് ഡോക്ടർമാർ പറയുന്ന കാര്യമാണ്. നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങളും പാചക രീതിയിലും വന്ന മാറ്റങ്ങളാണ് ഇന്ന് നാം കാണുന്ന പല മാരക രോഗങ്ങൾക്കും കാരണം. നാം തന്നെയാണ് ഇതിന് ഉത്തരവാദി. അത് പറഞ്ഞിട്ട് കാര്യമില്ല, സംഭവിക്കുന്നു. നമ്മുടെ പൂർവികർ ചെമ്പിൻ്റെയും ഇരുമ്പിൻ്റെയും കുറവ് നികത്താൻ ഇവയുടെ ശക്തി ഉറവിടങ്ങളായ കുജ ശനി ഗ്രഹങ്ങളുടെ ഊർജത്തെ നേരിട്ട് വലിച്ചെടുക്കുന്ന കാളി ശാസ്ത ക്ഷേത്രങ്ങൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സ്ഥാപിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പൂർവ ആചാര്യന്മാരുടെ മഹനീയമായ ദീർഘവീക്ഷണവും അറിവും അത്ഭുതത്തോടു കൂടി മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. എള്ളെണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കുന്ന രീതി നാം പിന്തുടരുന്നതിൻ്റെ ആവശ്യകത ഇവിടെ മനസ്സിലാക്കണം. ഇനി വിളക്ക് ദീപം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. നിലവിളക്കിൽ ദീപം കത്തുമ്പോൾ അവിടെ സൂക്ഷ്മമായി ഓങ്കാര ധ്വനികൾ മുഴങ്ങുന്നു, അതായത് പ്രണവമന്ത്രം മുഴങ്ങുന്നു. ഏത് ചലനത്തിനും ശബ്ദമുണ്ടാകുമെന്ന് നമുക്കറിയാം. ഏത് സൂക്ഷ്മമായ ശബ്ദവും ഓങ്കാരം തന്നെയാണ്. എണ്ണ തിരിയിലൂടെ സഞ്ചരിച്ച് തിരിയുടെ തലയ്ക്കലെത്തി കത്തുമ്പോൾ ഒരു ചലനം സൂക്ഷ്മമായി നടക്കും. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാനും പറ്റില്ല, കേൾക്കാനും പറ്റില്ല. എണ്ണ തിരിയിലൂടെ ഉള്ള ചലനം നിമിത്തം നൂലുകളുമായി ഉരസുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ഓങ്കാരം. ഈ ഓങ്കാര ശബ്ദമാണ് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ശരിക്കും നിലവിളക്കിൽ കത്തുമ്പോൾ സംഭവിക്കുന്നത്. നിലവിളക്ക് നാം കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നിലവിളക്ക് സാക്ഷാ ശിവലിംഗ സ്വരൂപം തന്നെയാണ്. നിലവിളക്കിനെ കുറിച്ച് ഞാൻ മുൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പോൾ നിലവിളക്ക് ശിവലിംഗ സ്വരൂപം തന്നെയാണ്, എപ്പോഴും ഓർമ്മിച്ചിരിക്കണം. അങ്ങനെ വേണം നമ്മൾ കരുതുവാനും. നമ്മൾ ശിവക്ഷേത്രത്തിൽ എങ്ങനെയാണോ പ്രദക്ഷിണം വയ്ക്കുന്നത് അതുപോലെ വേണം 5 തിരിയിട്ട് കത്തിക്കുമ്പോൾ. ആദ്യം വടക്ക് കിഴക്ക് മൂലയിൽ നിന്ന് തുടങ്ങി ക്ലോക്ക് വൈസായി വന്ന് വടക്ക് പടിഞ്ഞാറ് മൂലയുള്ള തിരി കത്തിച്ച് തിരിച്ച് നമ്മൾ വരണം. അതായത് നമ്മൾ ശിവക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഓവ് മുറിച്ച് കിടക്കാതെ തിരിച്ച് നമ്മൾ വരാറുണ്ട്. അതുപോലെ വേണം നമ്മൾ 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ അത് കെടാതിരിക്കാൻ നോക്കണം. ദീപം തെളിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജമാണ് നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള എനർജി നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ ദീപം കെടാതെ ആദ്യം തന്നെ നോക്കണം. തീപ്പെട്ടി ഒരിച്ച് കൊടിവിളക്കിൽ കത്തിച്ച് അതിൽ നിന്ന് വേണം ദീപം തെളിയിക്കാൻ. നമുക്ക് തിരി ഉപയോഗിക്കണമെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിക്കാനും നല്ലത് നമ്മുടെ വീട്ടിൽ സെറ്റ് മുണ്ട് ഉണ്ടാവും. ആ സെറ്റ് മുണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ഉണക്കി അത് തിരിയുണ്ടാക്കി കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ തിരികൾ ഇടുമ്പോൾ 2 തിരി കിഴക്ക് വശത്തും 2 തിരി പടിഞ്ഞാറ് വശത്തും അങ്ങനെ ഇട്ട് 2 ദീപനാളം ഇട്ട് കത്തിക്കുക. അങ്ങനെ കത്തിക്കുമ്പോൾ ഒരു കാരണവശാലും ഈറൻ, അതായത് വെള്ളം വിളക്കിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അത് അങ്ങനെ കൊണ്ട് കത്തിച്ചു കഴിഞ്ഞാൽ പൊട്ടലുണ്ടാകും പെട്ടെന്ന്. അത് നമ്മുടെ ഐശ്വര്യക്കുറവ് ഉണ്ടാക്കും. നിത്യവും വിളക്ക് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അത് വളരെ ഉത്തമമാണ്. ഇല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ചയോ ദിവസങ്ങളിൽ കഴുകി കത്തിക്കുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ തുടച്ച് കത്തിക്കുക. നല്ല കരിയും ഇല്ലാതെ നല്ലപോലെ തുടച്ച് കത്തിക്കുക. അപ്പോഴും നമ്മൾ നനവൊന്നും വിളക്കിൽ ഉണ്ടാകാൻ പാരാതെ നോക്കണം. നിറയെ എണ്ണ ഒഴിക്കണം. പിന്നെ പ്രാണികൾ എണ്ണയിൽ വീണിട്ടുണ്ടെങ്കിൽ അതിനെ ഉടൻ തന്നെ എടുത്ത് കളയണം. രോമങ്ങളും തലമുടിയും വിളക്കിൽ വീഴാതെ നോക്കണം. എണ്ണയൊഴിച്ച ശേഷം മാത്രമേ ദീപം നമ്മൾ കൊളുത്താവൂ.
കത്തിച്ച തിരി വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന രീതി കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യരുത്. ആ തിരി മാറ്റി പുതിയ തിരി നമ്മൾ ഉപയോഗിക്കണം. പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണ കത്തിക്കാൻ എടുക്കരുത്. വിളക്ക് ശുദ്ധിയോടെ പരിപാലിക്കേണ്ട ഒരു നിധി എന്നോ വിഗ്രഹമെന്നോ പറയാം. അതുകൊണ്ട് നമ്മൾ പാചകം ചെയ്യുന്ന എണ്ണ ഒരു കാരണവശാലും വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കരുത്. വിളക്കിലെ ജ്വാല നല്ല പ്രകാശത്തോടെയും ഭംഗിയോടെയും ജ്വലിക്കണം. മേൽപോട്ട് ഉയർന്നു കത്തുകയും വേണം. ഇത്രയൊക്കെ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മൾ നിത്യവും കൃത്യനിഷ്ഠയോടെ ചെയ്തു പോന്നാൽ ആ വീട്ടിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ നന്മകളും മേൽക്കുമേൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് നാം ഓടുകൊണ്ടുള്ള വിളക്ക് മാത്രം ദീപം തെളിയിക്കാൻ ഉപയോഗിക്കുന്നു? അതിന് ചില കാരണങ്ങളുണ്ട്, പറഞ്ഞു തരാം. നമ്മുടെ കേരളത്തിലെ മണ്ണിൽ ലോഹാംശം വളരെ കുറവാണ്. അതുകൊണ്ട് പ്രകൃതിയിലും നമ്മുടെ ശരീരത്തിലും ഇവയുടെ പോരായ്മ ധാരാളമുണ്ട്. സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, ഈയം ഇവ ചേർന്നാണ് പഞ്ചലോഹങ്ങൾ. ഈ പഞ്ചലോഹങ്ങൾ നമ്മുടെ പ്രാണോർജത്തെയും ശരീരത്തിലെ ലോഹാംശത്തെയും വെളിപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. ഇതിൽ സ്വർണം നാം ശരീരത്തിൽ സ്ഥിരമായി ധരിച്ചാൽ അതിൻ്റെ പോരായ്മ ഒരു പരിധിവരെ നികത്തി കിട്ടും. വെറും ഭംഗിക്ക് വേണ്ടി മാത്രമല്ല സ്വർണം ധരിക്കുന്നത് ഓർക്കുക. ചെമ്പിൻ്റെയും ഇരുമ്പിൻ്റെയും ഈയത്തിൻ്റെയും പോരായ്മ ഇതിൻ്റെ മിശ്രിതമായ ഓട്ടുവിളക്കിലൂടെയാണ് നാം പരിഹരിക്കുന്നത്. അതിനാലാണ് നാം ഓട്ടു കൊണ്ടുള്ള വിളക്ക് വേണമെന്ന് പറയുന്നത്. ഇതുകൂടാതെ ഇരുമ്പിൻ്റെ കുറവ് നമുക്കുണ്ട്. ഈ കുറവ് പരിഹരിക്കാനാണ് എള്ളെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിലവിളക്കിൽ എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കുമ്പോൾ വിളക്കിലെ ലോഹമിശ്രിതവും എള്ളെണ്ണയിലെ ഇരുമ്പിൻ്റെ മിശ്രിതവും ചേർന്ന് ചൂടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ധാരാളം പ്രാണോർജം ഉണ്ടാകും. ഈ പ്രാണോർജം നമ്മുടെ ചുറ്റുമുള്ള രോഗബീജങ്ങളെ നശിപ്പിക്കുന്നു. ജ്യേഷ്ഠാഭഗവതി മറ്റൊരുത്തി പറഞ്ഞ നെഗറ്റീവ് എനർജി, ആ നെഗറ്റീവ് എനർജിയെ മാറ്റി പോസിറ്റീവ് എനർജി നമ്മുടെ ചുറ്റുപാടും നിറയ്ക്കുന്നു. ഇതാണ് വിളക്ക് കത്തിക്കുമ്പോൾ സംഭവിക്കുന്നത്. വിളക്കിൽ നിന്ന് ഇങ്ങനെ വ്യാപിക്കുന്ന പ്രാണോർജം നമ്മളെയും അന്തരീക്ഷത്തെയും ആരോഗ്യപൂർണമാക്കി സൂക്ഷിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും നിലവിളക്കിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നിത്യവും മുടങ്ങാതെ സന്ധ്യകളിലും ദീപം തെളിയിച്ച് ആചരിക്കുകയും വേണം. ഈ അറിവുകൾ വരും തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. എന്നാലേ മാത്രമേ നമ്മുടെ സനാതനധർമ്മം എന്നും നിലനിൽക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുന്നു.